ഗായ്സ്, ഒരു ചെറിയ കഥ പറയട്ടെ. നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈറ്റൻ ടു ലൈറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? പലർക്കും ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് ചോദിക്കാത്തവരായിട്ട് ആരുമില്ല. അധികാരം കേട്ടിട്ടില്ലാത്ത വേർഡായതുകൊണ്ടാവാം അങ്ങനെ. പക്ഷേ ആ പേരിട്ടതിൽ ഒരു കഥയുണ്ട്. ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദർ ഒരു ബുക്കുമായിട്ട് വന്നു. CH മാര്യത്തിൻ്റെ കാലം വായിച്ച കാൽപ്പാടുകൾ എന്ന ബുക്കായിരുന്നു അത്. ആളത് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഈ വായിച്ചു നോക്ക്, ഇത് വായിച്ചപ്പോൾ എനിക്ക് തരാനാണ് തോന്നിയത്, നല്ല ബുക്കാണ്, കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് നല്ല ബുക്കായിരുന്നു കേട്ടോ. അത് വായിച്ചപ്പോൾ മാമിൻ്റെ ലൈഫും എൻ്റെ ലൈഫും തമ്മിൽ കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗത്ത് മാമിൻ്റെ ഒരു സാറ് മാമിനെ കാണാനായി വീട്ടിലേക്ക് വന്നപ്പോൾ അവർ വരച്ച ചിത്രങ്ങളൊക്കെ കാണിക്കാനായി പറഞ്ഞത്രേ. അപ്പോൾ മാമ വരച്ച ചിത്രങ്ങളുടെ ബുക്ക് എടുത്ത് കൊടുത്തപ്പോൾ സാർ അതിൽ കത്തുന്ന മെഴുകുതിരിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അത് വരച്ചു കൊടുത്തപ്പോൾ സാർ അതിൻ്റെ താഴെയായിട്ട് എഴുതി ലൈറ്റൻ ടു ലൈറ്റ്. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്നോണം അദ്ദേഹം പറഞ്ഞു, സ്വയം പ്രകാശിക്കുക, മറ്റുള്ളവരിലേക്കും പ്രകാശം പരത്തുക. സ്വയം ഉഷാറായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്നതാണ് ഞാൻ അതിന് കണ്ട അർത്ഥം, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിയ അർത്ഥം. പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെങ്കിലും സ്വയം ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്നത് എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു. ചാനൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞ എൻ്റെ ഉമ്മയുടെ നിർബന്ധം കൊണ്ടാണെങ്കിലും പിന്നീടാണ് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു സ്വപ്നം എനിക്ക് ഇതിലൂടെ സാധിക്കാമല്ലോ എന്നൊരു തോട്ട് വന്നത്. ചാനലിന് പേരിടാൻ നിന്നപ്പോൾ പല രീതിയിലുള്ള പേരുകളും ആലോചിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലെ ഈ ഒരു വേർഡ് വന്നത്, ലൈറ്റൻ ടു ലൈറ്റ്. അതിൻ്റെ അർത്ഥം നോക്കുവാണെങ്കിലും ആസ് എ ഡിസേബിൾഡ് പേഴ്സൺ ഇതിലും നല്ലൊരു അർത്ഥവത്തായ പേര് എൻ്റെ ചാനലിന് ഇടാനില്ല. ആൻഡ് ഇറ്റ്സ് യുണീക്ക് ടു. അതുകൊണ്ടാണല്ലോ ഞാൻ എല്ലാവർക്കും ചാനലിൻ്റെ പേര് ചോദിച്ച സ്പെല്ലിംഗ് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്, അല്ലേ?